ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ നമ്മളൊരു 7 ദിവസം എന്തൊക്കെ പ്ലാൻ ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ Day 1, Day 2, Day 3, Day 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വെജിറ്റേറിയൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഹൈ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അതുപോലെ തന്നെ കേരള ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു 3 ടൈപ്പ് ഓഫ് ഡയറ്റ് പ്ലാനാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കയറി കാണാത്തവർ എന്തായാലും കയറി കാണുക. ഈ വീഡിയോ വരുന്നതിന് തൊട്ട് മുന്നുള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാൻ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16/8 എന്നുള്ളൊരു പ്ലാനാണ്. അതിൽ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ 5th ഡേയും 6th ഡേയുടെ മീൽ പ്ലാനാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഉച്ചയ്ക്ക് 12 to നൈറ്റ് 8 മണി വരെ ഉള്ളൊരു പ്ലാനാണ്. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, ലഞ്ചിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് 12 മണിക്കാണ്. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ച് ബ്രേക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 12-12:30 ആകുമ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ച് തുടങ്ങണം. ഇതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നും ഈ സെയിം കാര്യം ഫോളോ ചെയ്ത് നമ്മൾ 5ാമത്തെ ദിവസത്തെ മീൽ പ്ലാൻ പറയാൻ വേണ്ടി പോവാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിന് 1 കപ്പ് ചോറ് കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കറി കഴിക്കുക. അതൊരു 150 ഗ്രാം ആയിരിക്കണം. പിന്നെ കേർഡ് 1.5 കപ്പ് കഴിക്കുക. ഇത് ലഞ്ചിന് എടുക്കുക. സ്നാക്കായിട്ട് 1 കപ്പ് വാട്ടർമെലൺ കൺസ്യൂം ചെയ്യുക. നല്ലതാണ് കേട്ടോ വാട്ടർമെലൺ എന്ന് പറയുന്നത്. കാലറി ഒന്നും അധികം ഇല്ല. ക്യുക്കമ്പർ, വാട്ടർമെലൺ ഒന്നും കാലറി ഇല്ലാത്തൊരു ഫുഡ് ഐറ്റംസിൽ പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ സ്നാക്ക് ആകുമ്പോൾ വാട്ടർമെലൺ എടുക്കുക. അല്ലെങ്കിൽ ഏത് ഫ്രൂട്ടാണോ ഉള്ളത് ആ ഒരു ഫ്രൂട്ട് എടുക്കുക എന്നുള്ളതാണ് നല്ലത്. ഒരു മീഡിയം സൈസിനുള്ളത്, ഒരുപാട് അങ്ങ് മധുരം ഉള്ളതല്ലാത്ത ഒരു രീതിയിൽ ഒരു മീഡിയം മധുരത്തിലുള്ളത് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ഡിന്നർ നോക്കാം. ഡിന്നർ ഒരു 7 to 8 മണിക്കുള്ളിൽ കഴിച്ച് തീർക്കണം. ഒരു 100 ഗ്രാം പനീർ എടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് പ്രോട്ടീൻ, ചിക്കനിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്നു, പനീറിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്നു. അപ്പോൾ ഇത് കഴിച്ച് തീർക്കുക. അപ്പോൾ ഫസ്റ്റ് ഡേ മീൻസ് 4th ഡേയിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി 5th ഡേയിൽ ഫാസ്റ്റിംഗ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ലഞ്ച് ടൈമിൽ മില്ലറ്റ്, 1 കപ്പ് മില്ലറ്റ് കഴിക്കുക. അതുപോലെ തന്നെ 1 കപ്പ് വെജിറ്റബിൾസ് കഴിക്കുക. അതുപോലെ 1 കപ്പ് ഫിഷ് കറി കഴിക്കുക. ഇതായിരിക്കണം ലഞ്ച് ടൈമിന് എടുക്കേണ്ടത്. ഇപ്പം മില്ലറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ചപ്പാത്തി എടുക്കാം. പിന്നെ വൈറ്റ് റൈസ് ആണെങ്കിൽ വളരെ കുറച്ച് വൈറ്റ് റൈസ് എടുക്കാം. അപ്പോൾ ഇതങ്ങനെ കഴിക്കേണ്ടതാണ് കേട്ടോ. സ്നാക്കായിട്ട് 1 ബനാന കഴിക്കാം. ഈവനിങ് സ്നാക്കായിട്ട് 4 മണിക്ക് 1 ബനാന കഴിക്കാവുന്നതാണ്. ഡിന്നറായിട്ട് 250 ml വെജ് സൂപ്പും 1 ബോയിൽഡ് എഗ്ഗും കഴിക്കാം. അങ്ങനെ 5th ഡേ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെജിറ്റേറിയൻസിനുള്ളതാണ്. അവരുടെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. 4th ഡേയുടെ ഡയറ്റ് പ്ലാൻ. അപ്പോൾ ലഞ്ചിന് ഫാസ്റ്റിംഗ് എല്ലാം ബ്രേക്ക് ചെയ്തതിന് ശേഷം ലഞ്ചിന് മില്ലറ്റ് 1 കപ്പ്, ദാൽ 1 കപ്പ്, വെജിറ്റബിൾ 1 കപ്പ്, ഈ രീതിയിൽ കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ 4 മണി സ്നാക്ക് ടൈം ആവുമ്പോൾ ഫ്രൂട്ട് ബൗള്, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് 1 കപ്പ് ഫ്രൂട്ട് ബൗൾ എടുക്കാം. ഡിന്നറിന് പനീർ എടുക്കാം. ഒരു 120 ഗ്രാം പനീർ കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഓക്കെ. Day 6 ആവുമ്പോൾ റൈസ് എടുക്കുക. അതുപോലെ തന്നെ രാജ്മ, മറ്റേ കിഡ്നി ബീൻ അതെടുക്കണം. പിന്നെ കുറച്ച് അതിൻ്റെ കറിയാണ് കേട്ടോ, രാജ്മയുടെ കറി. പിന്നെ നമ്മൾ എടുക്കേണ്ടത് കുറച്ച് വെജിറ്റബിൾ, അതൊരു ബൗളിൽ നിറച്ച് നമ്മൾ എടുക്കണം. ഓക്കെ. അപ്പോൾ ഇതായിരിക്കണം 5ാമത്തെ ദിവസത്തെ ലഞ്ച് ടൈമിന് എടുക്കേണ്ടത്. ഇനി സ്നാക്ക് ടൈം ആവുമ്പോൾ 20 ഗ്രാം പീനട്ട് എടുക്കുക. ഡിന്നർ ടൈം ആവുമ്പോൾ ഇഡ്ഡലി, സാമ്പാർ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതിലൊരു 2 ഇഡ്ഡലി കഴിക്കാം. 1 കപ്പ് സാമ്പാർ എടുക്കാം. സാമ്പാറിൽ കൂടുതൽ വെജീസ് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി കേരള ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് 5th ഡേയും 6th ഡേയും നമുക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്ന് നോക്കാം. അപ്പോൾ 5th ഡേയിൽ ഫാസ്റ്റിംഗ് എല്ലാം ബ്രേക്ക് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിന് 2 ചപ്പാത്തി എടുക്കാം, വെജിറ്റബിൾ കുറുമ എടുക്കാം, പിന്നെ കേർഡ് എടുക്കാം. 1/2 കപ്പ് കേർഡ് എടുക്കാം ലഞ്ച് ടൈമിന്. ഇനി നമ്മൾ സ്നാക്ക് ടൈം ആകുമ്പോൾ 10 ഗ്രാം നട്ട്സ് എടുക്കാം.
നട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആൽമണ്ട് കാഷ്യൂസ് ഒക്കെ ആഡ് ചെയ്യാം. അതിന്റെ അളവ് 10 ഗ്രാം മാത്രമേ പാടുള്ളൂ. ഒരുപാട് അളവ് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ കാലറി കൂടും. നട്ട്സ് ആവശ്യത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നട്ട്സ് എടുത്തു കഴിഞ്ഞാലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകും. ഓക്കെ, ഇനി നൈറ്റ് ആകുമ്പോൾ ഓട്സ് എടുക്കാവുന്നതാണ്. ഓട്സ് നമ്മൾ കഞ്ഞിയായിട്ട് എടുക്കാം. പിന്നെ ഓട്സ് അതുപോലെ കുറച്ച് ഫാറ്റ് കുറവുള്ള പാല്, ഓട്സ്, കുറച്ച് ചിയാ സീഡ് ഇത്രയും ഇട്ടിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഓട്സിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഫുഡ് കൺസ്യൂം ചെയ്യാവുന്നുള്ള രീതിയിലുള്ള പിന്നെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ്, ഹെൽത്ത് റെസിപ്പീസ് നമുക്ക് കുറച്ച് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കേരള സ്റ്റൈലിൽ 5th ഡേ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്ത 6th ഡേ ആകുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിന് അട്ട അരി, അതിന്റെ ചോറ് 1 കപ്പ് എടുക്കാം. പിന്നെ കുറച്ച് തോരൻ എടുക്കാം, 1 കപ്പ് തോരൻ എടുക്കാം. ഒരു 150 ഗ്രാം ചിക്കൻ കറിയും എടുക്കാവുന്ന. സ്നാക്ക് ടൈമില് ഗ്രീൻ ടീയും ഒരു 10 ഗ്രാം പീനട്ടും കൂടി എടുക്കാവുന്നതാണ് കേട്ടോ. ഡിന്നർ ടൈമിന് ഒരു 300 ml വെജിറ്റബിൾ സോപ്പും കൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 6th ഡേ ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 6th ഡേ വരെ ഉള്ളൊരു പ്ലാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരൊറ്റ ദിവസത്തെ പ്ലാൻ മാത്രമേ ഉള്ളൂ. അത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞതിൽ ക്വാണ്ടിറ്റി കൂടുതലെടുത്താൽ വണ്ണം വെക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ നട്ട്സൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. കാര്യം പെട്ടെന്ന് നമുക്ക് വണ്ണം വെക്കും നട്ട്സൊക്കെ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ എന്നാൽ നമുക്ക് നട്ട്സ് ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിൽ നട്ട്സ് ആവശ്യമാണ്. അധികമായാൽ അമൃതും വിഷത്തെന്ന് പറയുന്ന ഒരു കാര്യം ഡയറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് എന്തായാലും ശരിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വെയിറ്റ് ലോസ് വച്ചിട്ടൊക്കെ നമുക്കൊരു വെയിറ്റ് ലോസ് ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു 2-3 ആഴ്ചത്തെ ഒരു ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെയിറ്റ് ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വെച്ചിട്ട് തന്നെ വെയിറ്റ് ലോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മനസ്സിൽ കുറച്ച് ഐഡിയാസും പ്ലാൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ എന്തായാലും വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് ഒരാഴ്ചയ്ക്ക് മുന്നേ നിങ്ങളടുത്ത് പറയുന്നതാണ് കേട്ടോ വെയിറ്റ് ലോസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ ഒരാഴ്ച ടൈം കൊണ്ട് നിങ്ങളെ ബോഡിയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വേണം ഇരിക്കേണ്ടത്. നമുക്ക് നമ്മുടെ വെയിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഞാൻ ഇടയ്ക്കൊരു വെയിറ്റ് ലോസ് ഇട്ടായിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം എനിക്ക് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ മാറുന്നവരൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. നിർത്തി കഴിഞ്ഞാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാതിരിക്കട്ടെ. ഒരു ടാർഗറ്റ് വെയിറ്റ് മനസ്സിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇപ്പോൾ അത് അച്ചീവ് ചെയ്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. പക്ഷെ എങ്കിലും നമുക്ക് വെയിറ്റ് കുറയും. നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറയും. കറക്റ്റ് ഞാൻ ആ പറയുന്ന രീതിയിലൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്ന് നോക്ക്. നമുക്ക് വെയിറ്റ് കുറയില്ലെന്നൊന്ന് നോക്കാമല്ലോ. അപ്പോൾ വരുന്ന വീഡിയോസിൽ ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൽ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.